അനശ്വരനായ നടൻ ജയൻ അഭ്രപാളികളിൽ കത്തി ഉയർന്നു വരുന്ന കാലം. ആ സമയത്ത് തരങ്കി നഴ്സറി സ്കൂളിന്റെ ധനശേഖരണാർത്ഥം യേശുദാസ് പ്രമുഖ സ്ഥലങ്ങളിൽ ഗാനമേളകൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് ഓരോ പാട്ടിന്റെയും ആശയങ്ങൾക്കനുസരിച്ച് വേഷം മാറി മാറി വന്ന് അഭിനയിച്ച് പാടുക എന്നതായിരുന്നു അന്ന് യേശുദാസ് സ്വീകരിച്ച നടപടി. ഇതിനായി അദ്ദേഹം തന്റെ തലമുടി മുഴുവൻ വടിച്ചിറക്കി. അന്ന് ഓരോരോ വേഷം അണിഞ്ഞ് വേദിയിലെത്തുമ്പോൾ ആ വേഷത്തിന് പറ്റിയ വിഗ് ആയിരുന്നു യേശുദാസ് ധരിച്ചിരുന്നത്. അബുദാബിയിൽ നിന്നും കൊണ്ടുവന്നതാണ് അന്ന് അദ്ദേഹം ഉപയോഗിക്കുന്ന ആ വിഗ്. പിന്നീട് ആ വിഗ് നമ്മുടെ ജയന് കൊടുത്തു. ആ കഥ ഇങ്ങനെയാണ്. ഒരു ദിവസം യേശുദാസും ജയനും കൂടി വിമാനത്തിൽ സഞ്ചരിക്കുമ്പോൾ വിഗിന്റെ കാര്യം സംസാര വിഷയമായി. അല്പം കഷണ്ടിയുള്ളതിനാൽ വിഗ് ഉപയോഗിച്ച് വേണം ജയന് അഭിനയിക്കാൻ. അപ്പോൾ യേശുദാസ് തന്റെ കയ്യിലുള്ള വിഗിന്റെ കാര്യം പറഞ്ഞു. അതിന്റെ മേന്മയും യേശുദാസ് ജയനോട് വിശദീകരിച്ചു. അപ്പോൾ ജയൻ അത്തരത്തിലൊരു വിഗ് കിട്ടിയാൽ കൊള്ളാമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഒരു വിഗ് സംഘടിപ്പിച്ച് തരാമോ എന്ന് ജയൻ യേശുദാസിനോട് ചോദിച്ചു. വേറെ എന്തിനാ, എന്റെ കയ്യിലുള്ള വിഗ് തന്നെ തരാമെന്ന് യേശുദാസ് പറഞ്ഞു. തന്നേക്കാൾ ആവശ്യം ജയനാണെന്ന് യേശുദാസിന് നന്നായി അറിയാവുന്നത് കൊണ്ട് യേശുദാസ് തന്റെ സ്വന്തം വിഗ് ജയന് സമ്മാനിച്ചു. ഇനി അബുദാബിയിൽ പോകുമ്പോൾ വേറെ ഒന്നുകൂടി വാങ്ങിത്തരാമെന്ന് യേശുദാസ് അന്ന് പറഞ്ഞു. പക്ഷെ പിന്നീട് യേശുദാസും ജയനും ഒരിക്കൽ പോലും തമ്മിൽ കണ്ടില്ല. മരണം വരെ ജയൻ ആ വിഗ് തന്നെയായിരുന്നു ഉപയോഗിച്ചിരുന്നത്. അന്ന് ആ വിഗ് കൊടുക്കുമ്പോഴും ഒരുമിച്ച് യാത്ര ചെയ്യുമ്പോഴും ഇനി ഒരിക്കലും തമ്മിൽ കാണാൻ സാധിക്കുകയില്ല എന്നത് രണ്ടുപേരും സ്വപ്നത്തിൽ പോലും വിചാരിച്ചു കാണില്ല. അതാണ് വിധിയുടെ വൈപരീത്യം.